ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എന്താ പരിപാടി എന്നറിയാം? ഇച്ചിരി നാടൻ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നേക്ക് ഉച്ചക്കലത്തേനെ അതിനെ മുരിങ്ങക്കായ ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. തട്ടിക്കൂട്ട് സാമ്പാർ. മുരിങ്ങക്കായും സവോളയും തക്കാളിയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പൊ വിചാരിച്ചു പുറത്ത് അടുപ്പിൽ ചെയ്യാന്നും പറഞ്ഞിട്ട് അടുപ്പിലാണ് സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത്. മൺചട്ടിയിൽ സാമ്പാർ വെക്കാൻ പോകുക. എന്തൊരു ചൂടാണ്, എന്ത് ചൂടും അടുപ്പിൽ ചൂട്. അപ്പൊ അതാ പരിപ്പൊക്കെ വെച്ച് പരിപ്പ് നല്ല അടുപ്പിൽ തന്നെ നല്ല ഉടച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. അല്ല പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ അടുപ്പിൽ കത്തിക്കുന്ന എനിക്കിഷ്ടം. അടുപ്പിൽ കത്തിക്കുന്ന എല്ലാം അടുപ്പിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ വിറകിന്റെ ഒരു പ്രശ്നമുണ്ട്. വിറകെന്ന് പറഞ്ഞാൽ ഗ്യാസിനെക്കാളും പൈസയാണ് വിറകിന്. വിറക് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു വണ്ടി വിറക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് മരം മുറിക്കേണ്ടി പറഞ്ഞാൽ ഒരു വണ്ടി വിറകും പറ്റില്ല. അതിലെ ഉണക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ഈ പുറത്ത് കറികളാണെങ്കിലും ചോറാണെങ്കിലും ദോശ ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാം എനിക്ക് ഈ പുറത്തടുപ്പിൽ ചെയ്യുന്ന ഇഷ്ടം. അതിനൊരു ടേസ്റ്റാണ്. ഈ കരിപ്പൊടിയും ഒക്കെ പെടുകയാണെങ്കിലും പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പോ അത് ചെയ്യാന്ന് വിചാരിച്ചു. ബീഫൊക്കെ വെക്കണതില്ലേ പക്ഷെ എന്താ എല്ലാവർക്കും അങ്ങനെ പറ്റുമോ എന്ന് പറയും. പക്ഷെ നമുക്ക് ഞങ്ങളുടെ ഇത് കണ്ടോ, ഇതിലെ ഞങ്ങള് സാമ്പാർ വെക്കുന്നത്. ഞങ്ങളുടെ സാമ്പാർ കാലത്ത് കണ്ടോ, ഇതിലാണ് ചെയ്യുക. ഞങ്ങളിവിടെ ഇതിനെന്താ പറയാന്നറിയോ? വെറുക്കുമണ്ട. പാലക്കാടൻ സൈഡിലൊക്കെ പറയുക, ഞാനും പറയാം മൺചട്ടി. ശരിയായിരിക്കും, പാലക്കാട് ഉള്ളവർക്ക് അറിയാം. വെറുക്കുമണ്ട, എണ്ണമണ്ട, അങ്ങനെയൊക്കെ പറയും ഞങ്ങളുടെ ഉള്ളത്. അപ്പൊ അതിലാണ് വയ്ക്കുക. സാമ്പാർ വയ്ക്കാൻ വേണ്ടി മേടിച്ചിട്ട് ചട്ടിയാണ്. കുറേ വർഷമായി ചട്ടി. ഞാൻ ഗ്യാസിൽ വെക്കില്ല. ഗ്യാസിൽ ഇത് മൺചട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഗ്യാസ് കത്തണേന്റെ അത്രയും ഭാഗത്ത് റൗണ്ടിൽ ചുമപ്പ് കളറായി വരും അതിന്റെ തീ കൊണ്ട്. അതൊന്നും ഞാൻ വെക്കില്ല. അടുപ്പിൽ എപ്പോഴാണ് കത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അടുപ്പിൽ മാത്രം വെക്കാൻ വേണ്ടിട്ട് ആക്കി വെക്കലാണ്. വേറെ വെക്കാനും ഇതൊക്കെ വേറൊരു മൺചട്ടിയും കൂടി രസമൊക്കെ വെക്കുകയാണെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇഞ്ചിപ്പുളി വെക്കാൻ ഒരു മൺചട്ടിയാണ്. മൺചട്ടി എവിടെ കണ്ടാലും പരമാവധി വിലയായിട്ട് ഞാനും വിലയും കൂടെ ഒക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വാങ്ങിയിട്ട് വരും. അപ്പൊ നമുക്കിന്ന് ഉച്ചയ്ക്ക് സാമ്പാറും സോയാബീൻ വറുക്കാന്ന് വിചാരിക്കുന്നു. അതൊക്കെയാണ്. എന്തൊക്കെയാ നിങ്ങൾ വെക്കണമെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ശരി, അപ്പോ ടാറ്റാ.